പിന്നെ വീടിലോട്ട് വരുന്ന സമയത്ത് ഏറ്റവും മെയിനായിട്ടുള്ളൊരു സ്റ്റേജാണ് നമ്മളതിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കുക എന്നുള്ളത്. ഒരു കോൺട്രാക്ടറെ നമ്മൾ ഏൽപ്പിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ആർക്കാണോ കോൺട്രാക്റ്റ് കൊടുക്കുന്നത് അവരെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ പ്രീവിയസ് പ്രൊജക്റ്റുകൾ എങ്ങനെയൊക്കെ ആയിരുന്നു, ആ പ്രൊജക്റ്റുകളിൽ ഫിനിഷസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതെന്ത് കോസ്റ്റിലൊക്കെ തീർക്കാൻ പറ്റിയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഫിനിഷിങ് വേണമെന്നുള്ളത്. ഇപ്പോൾ ഓരോ ക്ലയൻറ്റിനും ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഫിനിഷസ് ആയിരിക്കും വേണ്ടി വരിക. അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയിരിക്കണം. കാരണം പല സമയത്തും പല ആളുകളും എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് എന്ത് സ്ക്വയർ ഫീറ്റ് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കോൺട്രാക്ടറോട് ചോദിക്കും. കോൺട്രാക്ടർ പറയും ഞാൻ ഇന്ന എമൗണ്ടിന് ചെയ്തു തരാമെന്ന് പറയും. അപ്പം തനിക്ക് വേണ്ടതാണോ അവർ പറഞ്ഞ ആ ഒരു ഫിനിഷസ് എന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടോ പോവാതെ ആ കോൺട്രാക്റ്റിലോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കാറ്, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആയിരിക്കും ഓക്കെ നമുക്ക് ഇതും കൂടെ അഡീഷൻസ് വേണമെന്ന് പറഞ്ഞ് ക്ലയൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, അതായത് ഇനീഷ്യൽ പറഞ്ഞ കോസ്റ്റിൽ നിന്ന് എന്തായാലും കോസ്റ്റ് മാറും. പക്ഷേ ക്ലയൻറ്റിൻ്റെ മനസ്സിലൊക്കെ ഈ കോസ്റ്റിൽ എനിക്കൊരു വീട് തീർക്കുന്നുള്ള ഒരു തിങ്കിങ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചേഞ്ചസ് ഓരോന്നും അവർക്കൊരോ ഫ്രസ്ട്രേഷൻസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പം ഇനീഷ്യൽ തന്നെ നമുക്ക് എന്ത് ഫിനിഷ് വേണമെന്നുള്ളത്, എന്തൊക്കെയാണ് അതിൽ വേണ്ട മെറ്റീരിയൽസ്, ഫിനിഷിങ് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും സ്ട്രക്ചറൽ ലെവലിലാണെങ്കിലും വേണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് കറക്റ്റായിട്ട് കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. രണ്ടാമത് പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് കോൺട്രാക്റ്റ് അഗ്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അഗ്രിമെൻറ്റ് എന്ത് ഒരു കാര്യത്തിനും വേണം. കാരണം അഗ്രിമെൻ്റ് ഉണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരു കാര്യത്തിലോട്ട് സംസാരിക്കുന്ന സമയത്ത് ഓക്കെ എന്തൊക്കെയാണ് നമ്മൾ ഇനീഷ്യൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് റിട്ടൺ ആയിട്ടുള്ള അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഇടപാട് കുറച്ചും കൂടെ സുതാര്യമാവും. അപ്പോൾ പല സമയത്തും അഗ്രിമെൻറ്റിലോട്ട് പോകാനൊക്കെ ആളുകൾ ചിലപ്പം മടിക്കും, അല്ലെങ്കിൽ ആളുകൾ അതിലോട്ടൊന്നും വലിയ ശ്രദ്ധ കൊടുക്കില്ല. വർക്ക് സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ അന്ന് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഉള്ള ഒരു തർക്കങ്ങളൊക്കെ കയറി വരിക. അപ്പോൾ അഗ്രിമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കോൺട്രാക്റ്റിൽ അതിനുള്ള ചാൻസസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്.